ബിഗ് ബോസിൽ മത്സരിച്ചതോടായിരുന്നു അനുമോളുടെ കരിയർ മാറി മറിഞ്ഞത്. വിമർശനങ്ങൾക്കിടയിലും മികച്ച പിന്തുണയായിരുന്നു താരത്തിന് ലഭിച്ചിരുന്നത്. ബിഗ് ബോസിന്റെ സമാനമായ കാർ ലഭിച്ചതില്ലെന്ന് കുറേ ചോദ്യങ്ങൾ വരുന്നുണ്ടായിരുന്നു. കാത്തിരിപ്പിനൊടുവിൽ കുടുംബത്തിനോടൊപ്പമായി വന്ന് വണ്ടി ഏറ്റെടുത്തിരിക്കുകയാണ് അനു. ആ വിശേഷങ്ങളായിരുന്നു പുതിയ വീഡിയോയിൽ പങ്കുവച്ചതും. ഷോറൂമിൽ നിന്ന് വണ്ടി ഇറക്കിയതിന് പിന്നാലെയാണ് അമ്പലത്തിലേക്ക് പോവുകയായിരുന്നു അനുവും കുടുംബവും. ഗണപതി ക്ഷേത്രത്തിലേക്കായിരുന്നു ആദ്യം പോയത്. കാർ ഗണപതിയുടെ മുന്നിൽ വെച്ചായിരിക്കണം ആദ്യ പൂജ എന്ന് ആഗ്രഹിച്ചിരുന്നു എന്ന് അനു പറഞ്ഞു. എൻ്റെ മാത്രമല്ല നിങ്ങളുടെ കൂടെ സപ്പോർട്ടിനാണ് കൊണ്ടാണ് എനിക്ക് ഈ ഒരു കാർ സ്വന്തമായി കിട്ടിയത്. എന്നെ ഇഷ്ടപ്പെടുകയും പിന്തുണയ്ക്കുകയും എനിക്ക് വേണ്ടി വോട്ട് ചെയ്യുകയും ചെയ്തവർ എന്നും നന്ദി ഉണ്ടാകും. നിരവധി പേരായിരുന്നു വീഡിയോയ്ക്ക് താഴെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത്. എല്ലാവരും എന്നെ കാണുമ്പോൾ ചോദിക്കുന്ന 2 ചോദ്യങ്ങളുണ്ട്. അതിൽ ഒന്ന് ഇതാണ്: ഞങ്ങളുടെ കുടുംബത്തിലേക്ക് പുതിയൊരാളെ കൊണ്ടുവരാനാണ് ഞാനിപ്പോൾ പോകുന്നത്. ഞാൻ ആഗ്രഹിച്ചതും ഇഷ്ടപ്പെട്ടതുമായ ആളാണ്. കുടുംബസമേതമാണ് ഞങ്ങൾ അവിടേക്ക് പോകുന്നത്. ഇനി ഒരു നിമിഷത്തിലേക്ക് എല്ലാവരെയും കൊണ്ടുപോകുന്നില്ലെങ്കിൽ പിന്നെ എന്തെങ്ങനെയാണ്? ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും. അത് എല്ലാവരും ചോദിക്കുന്ന ആ കാര്യം യാഥാർത്ഥ്യമാകുകയാണ്. ബിഗ് ബോസിൽ നിന്ന് കിട്ടിയ കാറെവിടെ എന്ന് എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്. നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചതാണ്. ബിഗ് ബോസിൽ നിന്നുള്ള ഗിഫ്റ്റായിരുന്നു ഇത്. എൻ്റെ കിയയുടെ നമ്പർ തിരിച്ചിട്ടാൽ പുതിയ കാറിൻ്റെ നമ്പറായി. കുറേ ദിവസമായി കാർ വന്നിട്ട്. പക്ഷേ അത് പോയി എടുക്കാനുള്ള സമയം കിട്ടില്ല. ഞാൻ ഫ്രീ ആവുമ്പോൾ ഇവരെ കിട്ടില്ല. ഇവർ ഫ്രീ ആവുമ്പോൾ എന്നെയും അങ്ങനെയായിരുന്നു ഇതുവരെ. പിന്നെ ഇതിന് നമ്മൾ അങ്ങോട്ട് കുറച്ച് കാശ് അടയ്ക്കണമായിരുന്നു. ഗിഫ്റ്റ് ടാക്സായി നമുക്ക് എമൗണ്ട് അടച്ചിട്ടുണ്ട്. 11,00,000 ഇങ്ങനെ അടച്ചിട്ടുണ്ട്. ഈ നമ്പർ കിട്ടാൻ കുറച്ച് പാടായിരുന്നു. ഈ ഒരു നമ്പറിനായി 66, 33 ഞാൻ ആഗ്രഹിച്ചു. കിയയുടേതായിരുന്നു. 33, 66 2 വണ്ടികളുടെ നമ്പർ ഏകദേശം ഒരുപോലെ ആയിരിക്കണം എന്ന് ആഗ്രഹം. കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും അത് സാധിച്ചെടുത്തു. കേക്ക് കട്ട് ചെയ്ത ശേഷമായിരുന്നു കീ കൈമാറിയത്. ഇനിയൊരു കാർ ഏതെങ്കിലും ഷോയിൽ നിന്ന് കിട്ടട്ടെ. ഈ സെയിം കീയാണ് ഞാൻ അന്ന് എടുത്തത്. കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് ആഗ്രഹിച്ചു മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാണ്. അതുപോലെ കിട്ടി. ഒരുപാട് സന്തോഷം.